ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് വീടും ഫുഡൊക്കെ റെഡിയാക്കി ക്ലീനാക്കി വെക്കുന്നതിനെ കുറിച്ചുള്ളൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എണീറ്റ് നിസ്കാരവും ഓത്തൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ കറി ഉണ്ടാക്കാം. ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രീൻ പീസ് കഴുകി തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും വലിയുള്ളിയും തക്കാളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 വിസിൽ വരെ വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ ചിരകിയതും 2 അല്ലി ചെറിയുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി വന്നിട്ടുള്ള ഗ്രീൻ പീസ് ഒരു വലിയ ചട്ടിയിലോട്ട് മാറ്റിയിട്ട് അതിലേക്ക് ഈ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം മിക്സിയൊക്കെ കഴുകി ഒഴിക്കുന്ന വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച കറിയിലേക്ക് ഒന്ന് തൂമ്പിച്ച് ഒഴിക്കണം. അതിന് വേണ്ടിയിട്ട് ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് കൂടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെ കറി റെഡിയായി. ഇനി ഇതിലേക്ക് ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊടി കൗണ്ടർ ടോപ്പിൽ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കൗണ്ടർ ടോപ്പൊക്കെ നല്ല ക്ലീൻ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ചൂടുവെള്ളം തിളച്ചിട്ടില്ല, എന്നാൽ തിളക്കാറായിട്ടുള്ള വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിങ്ങനെ ഒഴിച്ച് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കിയെടുത്തിട്ട് ഇതുപോലെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ചിലർക്ക് പറയാറുണ്ട് നല്ല ടൈറ്റാണ്, അമർത്തിയെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഒരു കുഴപ്പമില്ല, ഈ ഒരു ഇതിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ഒരു സംഭവത്തിലാണ് കേട്ടോ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാറ്. ഇതാണ് എൻ്റെ ഇടിയപ്പത്തിൻ്റെ അച്ചെന്ന് പറയുന്നത്. ഇതാവുമ്പം പെട്ടെന്ന് തുറക്കാനും അതിലേക്ക് ഫില്ല് ചെയ്യാനും പറ്റും. അതുപോലെ നല്ല എളുപ്പത്തിൽ തന്നെ അമർത്തി കൊടുത്താൽ നല്ല നൂല് പോലെ നൈസ് നൂല് പോലെ കിട്ടും കേട്ടോ. ഇതുപോലെ നൂലപ്പത്തിൻ്റെ തട്ട് ഉണ്ട്, ആ തട്ടിലും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ആദ്യം ചിലപ്പോൾ ഇത്തിരി ടൈറ്റായി തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുക്കാം മാവ്. എന്നിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി ഇതുപോലെയുള്ള തട്ടാണ് ഇതിനുണ്ടാവുക കേട്ടോ. ഇങ്ങനെ അട്ടിക്കട്ടി ഇങ്ങനെ വെക്കാൻ പറ്റിയിട്ടുള്ള. അപ്പോൾ ഇത് 3 വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് നന്നായിട്ട് ആവി വന്നാൽ ഈ ഒരു സംഭവം റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വിചാരിക്കും പൊട്ടിപ്പോരും, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കുകയാണ് കേട്ടോ. എല്ലാവരും കഴിച്ചു പോയി. മോൻക്ക് 7 മണിയാകുമ്പോഴേക്ക് മദ്രസക്ക് പോകണം. അപ്പോൾ അവൻ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ എല്ലാവരും കൂടെ കഴിച്ചു. പിന്നെ ലാസ്റ്റാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളൊക്കെ കഴിയും. ഇനി ഉച്ചക്കത്തേക്കുള്ള പരിപാടികൾ തുടങ്ങുകയാണ്. ആദ്യം തന്നെ അടുപ്പ് തീയൂട്ടി എന്നിട്ട് ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം വെക്കുകയാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അരി കഴുകിയിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം വേവുള്ള അരി ആയതുകൊണ്ട് തന്നെ തന്നെത്താൻ അങ്ങനെ വെന്തോളും, പേടിക്കേണ്ട. ഈ ഒരുപാട് സമയമായി എന്ന് വിചാരിച്ച് പേടി വേണ്ട. അപ്പം പെട്ടെന്ന് തിളക്കാൻ വേണ്ടിയിട്ട് മേലെയുള്ള വെള്ളം കുറച്ച് അധികം മുക്കി വെക്കുകയാണ് കേട്ടോ. ഇനി ഉച്ചക്കത്തേക്കുള്ള കറി ഉണ്ടാക്കുകയാണ്. അതിന് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ വെണ്ടക്ക ഒന്ന് വറുത്ത് പോരുകയാണ് കേട്ടോ. നന്നായിട്ട് വറുക്കുകയല്ല, അതിൻ്റെ കൊഴുപ്പ് പോകുന്നവരെ ജസ്റ്റ് ഒന്ന് വറുക്കുകയാണ്. വെണ്ടയ്ക്ക സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെണ്ടയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഇത് കൊഴുപ്പുണ്ടായാൽ ആ സാമ്പാറിൽ ഒരു വഴുവഴുപ്പുണ്ടാവും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഉലുവ പൊട്ടിക്കുക, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പകുതി മുറിച്ചിട്ടുള്ള
വലിയ ഉള്ളി നല്ല നൈസായിട്ട് അരിഞ്ഞ വലിയ ഉള്ളി ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അത്യാവശ്യം നന്നായിട്ട് ഉള്ളി വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് മസാലകളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലി, പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇടുമ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഇത് കുറച്ച് സാധനമല്ലേ ഉള്ളൂ, അപ്പം കരിഞ്ഞു പോകണ്ടെന്ന് കരുതിയിട്ട് തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ മുപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് വെണ്ടയ്ക്കയും കൂടെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. 2 കൊടുമ്പുളി കഷ്ണം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ മറ്റേ പിരിയമ്പുളി ഉണ്ടല്ലോ വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുക്കുന്ന, അത് ഒഴിച്ച് കൊടുത്താലും കുഴപ്പമില്ല. അങ്ങനെ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചപ്പും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ കറി റെഡിയായി. ഇനിയുള്ളത് ഒരു ഉപ്പേരി ഉണ്ടാക്കണം. മീൻ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ മീനിൻ്റെ ഒരു വിഭവവും ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പയർ നുറുക്കിയെടുക്കുകയാണ് കേട്ടോ. പയർ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയെടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. കടുകിൽ വേണേൽ ഉണ്ടാക്കാം, ചീരുള്ളിയിൽ വേണേൽ ഉണ്ടാക്കാം. എനിക്ക് ഒന്നും കൂടെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ചെറിയ ഉള്ളിയിലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം പയർ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി അടച്ചു വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ സംഭവം ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയാവും. അപ്പോൾ ഉച്ചയ്ക്കുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി സിറ്റ് ഔട്ടൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. എല്ലായിടത്തും കൂടെ തുടക്കുന്നില്ല. അപ്പോൾ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് തുടച്ചു. മുറ്റം തന്നെ എന്നും അടിച്ചു വരാറില്ല, ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ അടിച്ചു വരാറുള്ളൂ. അപ്പോൾ അതിനിടയിൽ ഞാൻ തുണികളൊക്കെ ഒന്ന് ഉണക്കാനിടട്ടെ. ഇപ്പോൾ ഉച്ച വരെയുള്ള വെയിൽ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണക്കാനിട്ടാൽ ഉച്ചയാകുമ്പോഴേക്കും എടുത്ത് വയ്ക്കാം. അപ്പോൾ ഞങ്ങൾ ജോലി കഴിഞ്ഞിട്ട് ഒരു 2-2:30 ആകുമ്പോഴേക്കും തിരിച്ചെത്തും. അപ്പോൾ ആ സമയത്ത് എടുത്തു വെക്കാമെന്ന് കരുതിയിട്ടാണ് പുറത്തിടുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുക്കള ക്ലീനിങ്ങും വീട് ക്ലീനിങ്ങും കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ജോലിക്ക് പോകുന്നതിന് മുമ്പ് തട്ടിക്കൂട്ടുന്ന ഓരോ പരിപാടികളാണ്. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസുമായിട്ട് വരാം. അതുവരെ നന്ദി.